നമസ്കാരം. ചരിത്രാതീത കാലം മുതലേ ചാരപ്പണി ലോകതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. ശത്രുക്കളെ മാത്രമല്ല, മിത്രങ്ങളെ പോലും ചാരക്കണ്ണുകളാൽ നിരീക്ഷിക്കുന്നത് പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ലോകരഹസ്യങ്ങൾ ചോർത്താൻ പഠിച്ച പണി 18 പയറ്റുകയാണ് ലോകരാജ്യങ്ങൾ. ഇതിൽ യാതൊരു മര്യാദയും പാലിക്കാത്ത രാജ്യമാണ് റഷ്യ. ഭൂലോക ചാരപ്രവർത്തിക്ക് ഉപഗ്രഹം മുതൽ അന്തർവാഹിനി വരെ ഉപയോഗിക്കുന്നതായിരുന്നു നിലനിന്നിരുന്ന രീതി. പക്ഷികളെയും മൃഗങ്ങളെയും നിരീക്ഷണ വാഹകരാക്കുന്നത് പുതുമയുള്ള കാര്യമല്ല. എന്നാൽ തിമിംഗലങ്ങളെ ചാരപ്പണിക്ക് നിയോഗിക്കുന്നത് എല്ലാ ലോകതത്വങ്ങളുടെയും ലംഘനമാണ്. ഇപ്പോഴത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരിക്കൽ KGB അല്ലെങ്കിൽ കമ്മിറ്റി ഫോർ സ്റ്റേറ്റ് സെക്യൂരിറ്റി എന്ന വിദേശ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായി 15 വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. റഷ്യയുടെ ചാരന്മാർ ലോകം മുഴുവൻ ഉണ്ടെന്ന ആരോപണം ഇതിനു മുമ്പും ഉയർന്നിട്ടുണ്ട്. പുടിന്റെ എതിരാളികളെല്ലാം പലപ്പോഴും അജ്ഞാതരാൽ വധിക്കപ്പെടുകയോ അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലത്തെ മരണം റഷ്യയുടെ പ്രതിപക്ഷ ശബ്ദം എന്ന് വിളിച്ചിരുന്ന അലക്സി നവൽനിയുടേതായിരുന്നു. അവിടെയും മറിച്ചല്ല സംഭവിച്ചത്. നവൽനി റഷ്യൻ ജയിലിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയായിരുന്നു. ഇത്തരം സംഭവങ്ങളെല്ലാം റഷ്യൻ ചാരന്മാരെക്കുറിച്ചുള്ള ആക്കം കൂട്ടിയിട്ടുണ്ട്. റഷ്യ പരിശീലനം നൽകി അയച്ച ചാരത്തിമിംഗലമെന്ന് സംശയിക്കുന്ന ബെലൂഗ ഇനത്തിൽപ്പെട്ട ഹോൾദിമിറിനെ പറ്റിയുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെയും ഈ തിമിംഗലത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. നോർവേയിലെ സ്റ്റാവെഞ്ചർ നഗരത്തിന് സമീപം റിസവിക ഉൾക്കടലിലാണ് ചത്ത നിലയിൽ ഇതിനെ കണ്ടത്. റഷ്യ ചാരപ്രവർത്തനത്തിനായി പരിശീലനം നൽകി അയച്ചതാകും ഈ തിമിംഗലത്തിനെ എന്ന സംശയം നേരത്തെ നിലനിന്നിരുന്നു. തിമിംഗലത്തിന്റെ കഴുത്തിൽ കോളർ ബെൽറ്റും ക്യാമറയും ഘടിപ്പിച്ചിരുന്നു. ഇതോടെയാണ് സംശയം ബലപ്പെട്ടത്. ആൺബെലൂഗ തിമിംഗലമായ ഹോൾദിമിറിനെ ആദ്യമായി കണ്ടെത്തിയത് 2019 1225 കിലോഗ്രാമോളം ഭാരവും 14 അടി നീളവുമുള്ള വെള്ള നിറത്തിലുള്ള കുഞ്ഞൻ തിമിംഗലമാണിത്. വടക്കൻ നോർവേയിലെ തീരനഗരമായ ഹമ്മർഫെസ്റ്റിന് സമീപം കടലിൽ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യമായി ഇതിനെ കണ്ടത്. നോർവീജിയൻ ഭാഷയിൽ തിമിംഗലം എന്നർത്ഥം വരുന്ന ഹോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പേരിന്റെ ഭാഗമായ വ്ളാഡിമിർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്താണ് ഈ തിമിംഗലത്തിന് പേര് നൽകിയത്. 3 മുതൽ 200-ലധികം വരെയുള്ള അംഗങ്ങളുള്ള സംഘങ്ങളായിട്ടാണ് ഈ തിമിംഗലങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ മറ്റു ബെലൂഗ തിമിംഗലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ കൂടുതലായെത്തുന്ന ഭാഗത്താണ് ഇതിനെ കണ്ടിരുന്നത്. 2019 ഒരു സ്ത്രീയുടെ ഐഫോൺ കടലിൽ വീണപ്പോൾ അത് കടിച്ചെടുത്ത് തിരികെ നൽകിയതിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ചാരത്തിമിംഗലമാണെന്ന് സംശയിക്കപ്പെട്ടിരുന്നെങ്കിലും ഇതിന് നിരവധി ആരാധകരുണ്ടായിരുന്നു. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന മറിയൻ മൈൻഡ് എന്ന സ്ഥാപനമാണ് ഹോൾദിമിറിനെ സംരക്ഷിച്ചിരുന്നത്. ഹോൾദിമിറിന്റെ മരണം ഹൃദയം തകർത്തുവെന്നാണ് അതിന്റെ സ്ഥാപകൻ പ്രതികരിച്ചത്. എന്നാൽ ഹോൾദിമിറിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണമൊന്നും ഇതുവരെ ലഭ്യമല്ല. സോവിയറ്റ് യൂണിയന്റെ ചാരസംഘടനയായിരുന്നു KGB. പ്രതാപകാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യ ശേഖരണ ഏജൻസി ആയിരുന്നു ഇത്. സോവിയറ്റ് ആർമി അല്ലെങ്കിൽ MVD ആഭ്യന്തര സേനയുടെ അതേ രീതിയിൽ സൈനിക നിയമങ്ങളും നിയന്ത്രണങ്ങളും നിയന്ത്രിക്കുന്ന ഒരു സൈനിക സേവനമായിരുന്നു ഈ ഏജൻസിയുടേത്. വിദേശ രഹസ്യാന്വേഷണം, ആഭ്യന്തര കൗണ്ടർ ഇന്റലിജൻസ്, സാങ്കേതിക ഇന്റലിജൻസ്, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സംരക്ഷണം, രാജ്യത്തിന്റെ അതിർത്തികളുടെ സുരക്ഷ എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ KGB വിദേശ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ക്രമേണ വിപുലീകരിച്ചു. 1991 സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടതോടെ KGB റഷ്യയുടെ നിയന്ത്രണത്തിലായി. റഷ്യൻ പ്രസിഡന്റിന്റെ സർക്കാർ ആഭ്യന്തര സുരക്ഷയ്ക്കും വിദേശ രഹസ്യാന്വേഷണത്തിനും ഉത്തരവാദികളായ നിരവധി സേവനങ്ങൾക്കായി KGBയെ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.